സ്മിത, എന്താ ചെയ്യണേ? ഞാനിവിടെ ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡിയാണ്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, അതിന് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മഞ്ഞൾ, കുരുമുളക് പൊടി എല്ലാം ഉണ്ട്. ഇനി നമുക്ക് അച്ചാർ റെഡിയാക്കാം. അതിന് വേണ്ട ഓയിൽ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 10 മിനിറ്റ് നേരം വെക്കണം. ഇത് 1 കിലോ ചെമ്മീനാണ്. അത് നമ്മൾ കഴുകി നല്ല ക്ലീൻ ആക്കി വരുമ്പോൾ അത് 700 ഗ്രാം 600 ഗ്രാമായിട്ട് കുറയും. ഇതിൻ്റെ അത് 2 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെക്കുകയാണ്. പിന്നെ ഇത് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ടായി കഴിയുമ്പോഴാണ് നമ്മൾ വെളിച്ചെണ്ണയിൽ ഇത് വറുത്ത് കോരണം. എൻ്റെ പേര് സ്മിത. നിങ്ങൾക്ക് ആർക്കും എന്നെ അറിയത്തില്ലായിരിക്കും. ഞാൻ സ്കൂളിൽ ജെയിംസ് വെല്ലിംഗ്ടൺ അക്കാഡമി സ്കൂളിൽ സപ്പോർട്ട് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു. നമുക്കിത് 10 മിനിറ്റ് നേരം വെക്കാം. അതിൻ്റെ ഇടയിൽ നമുക്കിതിന് വേണ്ട എല്ലാ സാധനങ്ങളും ഒരുക്കി വെക്കാം. നിങ്ങളെല്ലാവരും എന്നെ ടിക്ടോക്കിലും ഫോളോ ചെയ്യണം. ഞാൻ ടിക്ടോക്കിൽ എൻ്റെ ID സ്മിത സുമേഷ് 11 ആണ്. അതെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. ഇൻഡക്ഷൻ കുക്കറിലാണ് കുക്ക് ചെയ്യുന്നത്. ഇത് വറക്കാൻ വേണ്ടി ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചു. വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഈ മാഗ്നറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ എടുത്തിടും. ഇത് ഏകദേശം ഇപ്പോൾ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ചെമ്മീൻ മാഗ്നറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലോട്ടിടാം. എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. വർഷങ്ങളായിട്ട് ഞാനിവിടെ UAE വന്നിട്ട് ഇതിപ്പം 13ാമത്തെ വർഷമാണ്. ആദ്യത്തെ 1 വർഷം വെറുതെ ഇരുന്നു. 2ാമത്തെ വർഷം തൊട്ട് ഞാൻ ഈ ഫുഡ് ഉണ്ടാക്കി ക്യാമ്പിലുള്ള ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. മന്ത്ലി പേയ്മെൻറ്റിൽ എല്ലാ ഭക്ഷണവും ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു 5-6 വർഷം ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതിനോട് മടുപ്പ് വന്നിട്ട് പിന്നെ പിക്കിൾ ഉണ്ടാക്കാൻ തുടങ്ങി. പിക്കിൾ ഇപ്പം സ്ഥിരമാക്കി പലതരത്തിലുള്ള നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന പലതരത്തിലുള്ള അച്ചാറുകൾ ഇപ്പം എല്ലാവർക്കും ഓർഡർ അനുസരിച്ച് കൊടുക്കാറുണ്ട്. മാങ്ങ, ചെമ്മീൻ, വെജിറ്റബിൾ എന്ന് വേണ്ട വിവിധ തരത്തിലുള്ള അച്ചാറുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിത് കോരിയെടുക്കുകയാണ്. ഇതെന്ത് മാറ്റുമോ? ഞാൻ വേറൊരു ചട്ടും എടുത്ത് കോരട്ടെ. ഇതിൻ്റെ അകത്ത് കോരാൻ ഭയങ്കര പാട്. ചെയ്തത് എണ്ണയിലിടുകയാണ് ഫ്രൈ ചെയ്യാനായിട്ട്.
നമ്മൾ മൊത്തം ഫ്രൈ ചെയ്യാനിട്ട് ഇതിനി ഒരു 10 മിനിറ്റ് ഫ്രൈ ആക്കാൻ ഇട്ടിരിക്കുകയാണ്. ഈ കൊഴുക്കട്ട അല്ലെങ്കിൽ അടി. ചെയ്തത് എണ്ണയിലിടുകയാണ് ഫ്രൈ ചെയ്യാനായിട്ട്. നമ്മൾ മൊത്തം ഫ്രൈ ചെയ്യാനിട്ട് ഇതിനി ഒരു 10 മിനിറ്റ് ഫ്രൈ ആക്കാൻ ഇട്ടിരിക്കുകയാണ്. ഈ കൊഴുക്കട്ട അല്ലെങ്കിൽ അടി. ഇത് നമ്മൾ 1 കിലോ ചെമ്മീൻ എടുത്തതാണ്. ഫ്രൈ ചെയ്ത് വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടില്ല. എണ്ണ ചൂടായിട്ടുണ്ട്. അതിൽ ഞാൻ 1/2 ടീസ്പൂണ് കടുകിടുകയാണ്. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ഞാൻ ഏറെ ഇടും. അച്ചാറിനൊക്കെ വെളുത്തുള്ളി ഏറെ ഇടുന്നത് നല്ലതാണ്. പച്ചമുളക് ഞാനൊരു 4 പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇടുന്നു. നന്നായിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് ഇപ്പം വെളുത്തുള്ളി ഇഞ്ചി ഏകദേശം ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിന് ചേർക്കേണ്ട മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാം. കാശ്മീരി മുളക് പൊടിയാണ്. മഞ്ഞൾ പൊടി, ഉലുവാപ്പൊടി, കായം ചേർക്കണമെന്നില്ല, പക്ഷേ ഓപ്ഷനാണ്. നന്നായിട്ട് ഇളക്കുക. ഇനി നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ഇടുകയാണ്. ഇത് ഏകദേശം സെറ്റായിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ അച്ചാർ. ഇതിൽ ലാസ്റ്റ് കുറച്ച്
വിനീഗർ ഒഴിക്കുകയാണ്. ഇപ്പോൾ അച്ചാർ റെഡിയായി. ഒന്ന് ഒരു ചെറിയ തിള വന്നു കഴിയുമ്പോൾ നമ്മളിത് സ്റ്റൗ ഓഫ് ചെയ്യുക. അപ്പം എൻ്റെ ചെമ്മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ആക്കട്ടെ. ഇത് തണുത്ത് കഴിഞ്ഞിട്ട് കുപ്പിക്കകത്താക്കുവാണ്. കുറേ നാൾ നമ്മൾ ഉപയോഗിക്കുന്നതാണൊക്കെ ഇരിക്കും. ഇത് പൂക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. കാരണം നമ്മൾ വെള്ളമൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. വെള്ളമൊക്കെ ആഡ് ചെയ്താലാണ് ഇത് പൂക്കുകയൊക്കെ ചെയ്യുന്നത്. വെള്ളം ചേർത്തിട്ടില്ല. ഏത് അച്ചാറിലായാലും വെള്ളം ചേർക്കാതെ ഉണ്ടാക്കുവാണ് പൂക്കത്തില്ല. പിന്നെ കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു നനഞ്ഞ സ്പൂണോ അങ്ങനെയുള്ള തവികളോ ഒന്നും ഇടാൻ പാടില്ല. ഇതിപ്പോൾ ഉണ്ടാക്കിയ ചെമ്മീൻ അച്ചാർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, സ്പൂണ്. ഇത് മാത്രമല്ല കേട്ടോ, വേറെ കുറെ അച്ചാറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഓർഡറാണ്. മത്തി അച്ചാറ്, ഇത് ചൂര. ഇന്ന് രാവിലെ മാങ്ങ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മാങ്ങ അത് കൊണ്ടുപോയി. വെജിറ്റബിളിൻ്റെ ഉണ്ടായിരുന്നു, അതെല്ലാം ആൾക്കാർ വന്ന് കൊണ്ടുപോയി. ഇതും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കൂ. ഓക്കെ, ഇത് ചൂര അച്ചാറാണ്. ഓക്കെ, നോക്കൂ. ഉപ്പും മുളകും ഒക്കെ പിടിച്ചിട്ട് അടിപൊളി ടേസ്റ്റ് കേട്ടോ. അച്ചാർ വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, ഉണ്ടാക്കി തരും. ഇത് മത്തി അച്ചാറാണ്. ഇത് കൂട്ടി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇന്ന് രാവിലെ ഇട്ടതാണ്. 10 ബോട്ടിൽ ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയതാണ്. എങ്ങനെയുണ്ട്? ആ മത്തിൻ്റെ ആ സ്മെല്ലോ ഒന്നുമില്ല, ഒരു വെറൈറ്റി ടേസ്റ്റ് കേട്ടോ. ആ സുർക്കയുടേതും അപ്പോൾ പുളിയും എല്ലാം കൂടെ കായും ഒക്കെ കൂടെ അടിപൊളി ടേസ്റ്റ്. അച്ചാർ വേണ്ടവർ പറയുക. ഓർഡർ അനുസരിച്ച് തന്നെയാണ് നിങ്ങളുടെ ട്രേഡ് മാർക്ക്. എത്ര വേണേലും ഉണ്ടാക്കി തരുന്നതായിരിക്കും. ആർക്കെങ്കിലും അച്ചാർ വേണമെങ്കിൽ സ്മിതയെ കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്മുടെ വീട്ടിലെ അമ്മമാരും ഉണ്ടാക്കുന്ന അതേ കൈപ്പുണ്യത്തോടു കൂടി വളരെ ഫ്രഷായിട്ട് ഗൃഹാതുരത്വം ഒരുക്കുന്ന അത്രയും നല്ല ടേസ്റ്റുള്ള നമ്മുടെ നാവിലെ വെള്ളം ഇറങ്ങി പോകുന്ന അച്ചാറുകൾ.